പിന്നെ BJP ജയിക്കരുതെന്ന് കരുതുന്ന ആളുകൾ LDF-നെ സഹായിച്ചിട്ടുണ്ടാവും. SDP പിന്തുണയിൽ മുഖ്യമന്ത്രി. ഇതും ഒരു മൈനോറിറ്റി പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഈ പ്രീണന സ്വഭാവം കാണിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. LDF-ന് പുറത്തുള്ള ആരുടെയും പിന്തുണ തേടിയിട്ടില്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി BJP ജയിക്കരുതെന്ന് വരുന്ന ചില ആളുകൾ തങ്ങളെ സഹായിച്ചിട്ടുണ്ടാവുന്നു. അപ്പൊ ഇത് കമന്റ് ബോക്സ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഭിമന്യുവിനെ പരാമർശിച്ചെങ്കിൽ അഭിമന്യു എനിക്ക് എന്തിന്റെ വട്ടായിരുന്നു. കാരണം അഭിമന്യു കൊലപാതകം അതിന്റെ മെയിൻ കൾപ്രിറ്റ്സ് ആരാണ്? SDP സംഘടനയിൽപ്പെട്ട ആൾക്കാർ. അപ്പോ കുറെ പേര് ഈ പിണറായി വിജയനെയും അതേപോലെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സുകാരെയൊക്കെ പരിഹസിച്ചുകൊണ്ടാണ് ഇതിൽ കൂടുതലും കമന്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇതിൽ എന്റെ അഭിപ്രായം ഞാൻ പറയാം. ഈ കുറച്ചു മുന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മിസ്റ്റർ MA ബേബി ആണോ അല്ലെങ്കിൽ ആരായിരുന്നു, ഗോവിന്ദൻ മാഷായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. എന്റെ പോസ്റ്റ് ഉണ്ട്, എവിടെയുണ്ട്, ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയെ സപ്പോർട്ട് ചെയ്യുന്ന പിന്നെ ഒരു ജനപ്രതിനിധിയെ ഞാൻ കണ്ടു. ഈ ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ജമാഅത്തെ ഇസ്ലാമി ഒരു തീവ്ര ഇസ്ലാമിക സംഘടനയാണ്. അവർ ഇപ്പം ബംഗ്ലാദേശിലും പിന്നെ അങ്ങനെയുള്ള എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ, അല്ലെ? അവരുടെ പ്രവർത്തനങ്ങളൊക്കെ എന്താണെന്നും പ്രവർത്തന മികവുകളെ പറ്റിയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലോ എനിക്കറിയില്ല, ബട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തീവ്ര മതവികാരം വെച്ച് നടക്കുന്ന ആൾക്കാരെ നമ്മൾ ഭയക്കുക തന്നെ വേണം. ബട്ട് ഇവിടുത്തെ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്, അതാണ് ഞാൻ പറയുന്നത്. അതായത് 4 വോട്ടിന് വേണ്ടി ഈ പറഞ്ഞ ഏതൊരു സംഘടന, അത് ഇത്ര മോശം സംഘടനയാണെന്നുണ്ടെങ്കിലും അവരെ പ്രീതിപ്പെടുത്തുന്നു. അതാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ മുഖം. ഇന്നിപ്പോ ഒരു ഐക്യമുണ്ട്. ഇപ്പൊ ഏതൊരു രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും അവർക്ക് ഒരു ഐക്യമുണ്ട്, എക്സെപ്റ്റ് BJP. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും BJP-യെ അടിച്ചൊതുക്കണം. കേരളത്തിൽ BJP വരണം അല്ലെങ്കിൽ BJP തല പൊക്കുമോ എന്നുള്ളൊരു സംശയം അവർക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതിന്റെ പുറത്ത് എല്ലാ സംഘടനകളും എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചേർന്നുകൊണ്ട് ഒരു ഇന്ത്യ അലയൻസ് പോലെ, അതായത് പിന്നെ ഇന്ത്യ അലയൻസ് വിഭാഗത്തെ പോലെ തന്നെ ഈ സംസ്ഥാന ഈ പറഞ്ഞ ഇലക്ഷനും അവരെല്ലാവരും ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട്.